അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഓരോ നിയമങ്ങളും ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണ്? പഴയ മാടമ്പിത്തരോ പ്രമാണിത്തരോ അല്ലല്ലോ. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലേ? ഓരോ കാര്യം ചെയ്യുന്നതും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നടപ്പിലാക്കാനല്ല എന്നുള്ള ചിന്ത നമുക്ക് വളർത്തിയെടുക്കാൻ ശരിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെടിക്കെട്ട് എന്ന് പറയുന്നതാണ്. എന്തെല്ലാം ചീത്തയാണ് പറഞ്ഞത് എല്ലാവരും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നവരും തിരിച്ചു പറയില്ലേ? നിങ്ങൾക്ക് തന്നെ അറിയില്ലേ എത്ര പ്രാവശ്യം നമ്മൾ ഇവിടെ 5 ദേശീയ കമ്മിറ്റിയായിട്ട് യോഗം നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. പക്ഷേ ഇവിടെ പെസോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ നിയമം അല്ലാതെ നിയമം ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ആർക്ക് അനുഭവിക്കേണ്ടി വരും? ഇപ്പം നീലേശ്വരത്ത് വെടിക്കെട്ടുണ്ടായി, അപകടം ഉണ്ടായി, 7 പേരോളം മരിച്ചു. അവിടുത്തെ എല്ലാ ഉത്സവ കമ്മിറ്റിക്കാരും നോൺ ബൈൽ കേസിൽ പ്രതികളായി മാറി. അപ്പോൾ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്. പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഭൂപ്രമാണികളോ അല്ലെങ്കിൽ പ്രമാണികളോ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തരുന്നതോ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാളെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയേണ്ടി വരും. അമ്പലം പൊളിച്ച് പള്ളി പണിയുക, അതൊക്കെ ഓരോരുത്തരുടെ ശേഷി അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ ശേഷി നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല. അപ്പം നിയമമുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ചില വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഉണ്ടായിട്ടുണ്ട്. വെടിക്കെട്ട് നടത്തിയില്ല എന്ന് പറഞ്ഞ വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരവേലയാണ് നടത്തിയത്. വെടിക്കെട്ട് നടന്നുകൊടുത്തും വെടിക്കെട്ട് നടത്താൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചു. അപ്പോൾ ജനങ്ങളെ വൈകാരികമായിട്ട് ഇളക്കി വിടുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതെല്ലാം നമ്മുടെ സമൂഹത്തിന് ദോഷമാണ് ഉണ്ടാക്കുന്നത്. വെടിക്കെട്ട് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം അത് നടത്താൻ വേണ്ടി തയ്യാറായ ആളുകൾക്കാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോഴാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആ നിയമം ഡൈലൂട്ട് ചെയ്യല്ലേ ചെയ്തിരിക്കുന്നത്, കൂടുതൽ കടുപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും വെടിക്കെട്ടോ ആനകളെ വെച്ചിട്ടുള്ള പൂരങ്ങളോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ ആനകളെ എഴുന്നള്ളിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പുറത്തു പോയെന്നവരുണ്ട്. ഇത് കോടതി അഡമൻ്റായിട്ടുള്ള സ്റ്റാൻഡാണ്. നിയമം അതിൻ്റെ വഴിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് പാലിക്കാൻ വേണ്ടതല്ല എന്നുള്ള ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരിക്കലും അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നവരെയാണ്. അപ്പോൾ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നിയമം അവിടെ കിടക്കട്ടെ, ഞങ്ങൾക്ക് തോന്നി ചെയ്യാം എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറുന്ന അവസ്ഥയുണ്ടാവും. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.